യെസ്, കൊച്ചിയിൽ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്, അധികാരം ഏറ്റെടുക്കുകയാണ്. സത്യപ്രതിജ്ഞ തത്സമയ ദൃശ്യങ്ങളാണ് ജനങ്ങൾ കണ്ടത്. വിവരങ്ങൾ നൽകാൻ രേഷ്മയുണ്ട്. രേഷ്മ, കൊച്ചിയിൽ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മേയറായ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വരണാധികാരി ആയ ജില്ലാ കളക്ടർ ജി. പ്രിയങ്കയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയറായ തെരഞ്ഞെടുക്കപ്പെട്ട ദീപക് ജോയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തു. പക്ഷേ വി.കെ. മിനിമോളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തിരുന്നില്ല. അനുമോദിച്ചതിനു ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു. അയ്യപ്പൻകാവ് ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന കൗൺസിലറാണ് ദീപക് ജോയ്. ആദ്യ ടേം ദീപക് ജോയ്ക്കും അതിനുശേഷം രണ്ടാമത്തെ ടേം KVP കൃഷ്ണകുമാറിനുമായിട്ടാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം പങ്കിടാനായിട്ടുള്ള ഒരു ധാരണ കോൺഗ്രസിനുള്ളിൽ നിലവിലുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് അവസാനത്തെ ഒരു വർഷം നൽകണമെന്നുള്ള കാര്യത്തിലേക്കും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും 48 വോട്ടുകളുടെ പിന്തുണയോടുകൂടെയാണ് ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 22 വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. NDA സ്ഥാനാർത്ഥിക്ക് 6 വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് അഭിനന്ദന അനുമോദന സദസ്സാണ്. ആ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ചെയറിലിരിക്കുന്നത് നിയുക്ത മേയർ, ചുമതല ഏറ്റെടുത്ത മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോളാണ്. യെസ്, കൊച്ചി ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയ് തെരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം, അധികാരമേറ്റെടുത്ത ശേഷം ദീപക് ജോയ് സംസാരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്തും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആശാനാഥ് ജേസ് ആണ് NDA സ്ഥാനാർത്ഥി. വിവരങ്ങൾ നൽകാൻ പ്രജിത്തുണ്ട്. പ്രജിത്ത്, എങ്ങനെ പുരോഗമിക്കുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ്? അമൽ, 4 മണിയോടെ ഇതിൻ്റെ ഒരു ഫലങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മേയർ ഹാളിൽ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ കൗൺസിൽ ഹാളിൽ അടച്ചിട്ട മുറിയിൽ വരണാധികാരിയായ ജില്ലാ കളക്ടറും മേയറും നിലവിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളായിട്ടുള്ള കൗൺസിലർമാരും ഒപ്പം മറ്റ് കൗൺസിൽ അംഗങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത്. ഒപ്പം നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. അവിടെ അടച്ചിട്ട മുറിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ വോട്ടിംഗ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ മേയർ തെരഞ്ഞെടുപ്പ് നടന്ന അതേ മാതൃകയിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 4 മണിയോടെ അന്തിമ ഫലങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് അകത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. മേയർ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ടേൺ ഔട്ട് തന്നെയാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് 51 വോട്ടാണ് മേയറായി വി രാജേഷിനെ തെരഞ്ഞെടുക്കുമ്പോൾ BJPക്ക് ലഭ്യമായത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ 51 വോട്ട് BJPക്ക് ഉണ്ടാകും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ UDFൻ്റെ 2 വോട്ട് അസാധുവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പേര് ഒപ്പുമൊക്കെ ഇടുന്നതിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കാരണം അങ്ങനെ വോട്ട് അസാധുവാകുന്ന പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി UDFന് 19ഉം LDFനും അവർക്ക് ലഭ്യമായ വോട്ടുകളെല്ലാം തന്നെ ലഭ്യമാകാനുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വോട്ടിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും വോട്ടുകളുടെയും ഒക്കെ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഈ പറയുന്ന രീതിയിൽ അന്തിമ ഫലപ്രഖ്യാപനം 4 മണിയോടെ ഉണ്ടാകും. 4 മണിക്ക് ഉടൻ പ്രഖ്യാപനം ഉണ്ടായാൽ തന്നെ ഉടൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ആരംഭിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയറായ ആശാനാഥിന് ഉള്ള സ്വീകരണമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ BJPയുടെ സംസ്ഥാന ഓഫീസിൽ ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായാൽ ഉടൻ മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും BJP ഓഫീസിലേക്ക് പോവുകയും അവിടെ പുതിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സ്വീകരണവും തുടർന്ന് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൗൺസിൽ ഹാളിൽ ഇപ്പോഴും ഈ വോട്ടിംഗ് ഡെപ്യൂട്ടി മേയർക്കായുള്ള വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണിയോടെ അതിൻ്റെ ഫലം അറിയാൻ കഴിയും. അമൽ. യെസ്, തിരുവനന്തപുരത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയ യുവനേതാവാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി ആശാനാഥ് GS. പോലീസ് സർവീസിലേക്ക് കയറാൻ ശാരീരികക്ഷമത പരീക്ഷയ്ക്ക് മണിക്കൂർ ശേഷിക്ക് മരണപ്പെട്ട അമ്മാവൻ പാപ്പനംകോട് വാർഡ് കൗൺസിലറുമായിരുന്ന കൈമനം ചന്ദ്രൻ്റെ പകരക്കാരിയായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരുവനന്തപുരത്തിൻ്റെ സമരനായികയായി മാറിയ ആശാനാഥ് GS ആണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ നമുക്കറിയാം വി രാജേഷ് അടക്കം
50 പേർ BJP നിന്നും ജയിച്ചു വന്ന് താമരക്കുമ്പിളിൽ തലസ്ഥാനത്തെ കൈപ്പിടിയിലൊതുക്കി വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ അധികാരത്തിലേറുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും തിരുവനന്തപുരത്തെ വികസന രേഖ BJP മുന്നോട്ട് വയ്ക്കുന്നത്? ഒന്ന് വയോമിത്ര പദ്ധതിയിൽ ഉൾപ്പെച്ചുകൊണ്ടാണ് BJPയുടെ പുതിയ മേയർ, തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ, തലസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള VVR തൻ്റെ ആദ്യ ഔദ്യോഗിക നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് BJPയുടെ ഒരു വികസന രീതി എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പലയിടങ്ങളിൽ അത് കണ്ട് ശീലിച്ചിട്ടുള്ളതുമാണ്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംവിധാനമായിരിക്കും BJPയുടെ ഏത് ഭരണ കേന്ദ്രത്തിലായാലും, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണെങ്കിലും ശരി, കേന്ദ്രത്തിലാണെങ്കിലും ശരി, എല്ലാം BJP തുടർന്ന് വന്നൊരു രീതി അതാണ്. പക്ഷേ ഈ തലസ്ഥാനത്ത് സമാനമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വലിയ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ആ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് മേയർ ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഒപ്പ് അല്ലെങ്കിൽ ആദ്യ ഔദ്യോഗിക തീരുമാനമായി വയോമിത്രം പദ്ധതിക്ക് വേണ്ടിയുള്ള തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിലുണ്ടായത്, പ്രത്യേകിച്ച് ചുമതല ഏറ്റെടുത്തതിനു ശേഷം പറഞ്ഞിരുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സ്പിരിച്വൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെന്നുള്ള കാര്യവും പുതിയ മേയർ കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുമ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ളത് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെയധികം ആളുകളുടെ സന്ദർശനം ഓരോ ദിവസവും കഴിയുന്തോറും ക്ഷേത്ര സന്ദർശനത്തിന് ആളുകളുടെ എണ്ണം കൂടി വരുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയുടെ ഈ സ്പിരിച്വൽ ടൂറിസം മാപ്പിൽ ഇപ്പോൾ പണ്ട് നേരത്തെ തെക്കേ ഇന്ത്യയിൽ വന്നു പോകുന്ന ആളുകളൊക്കെ സന്ദർശിച്ചു പോകുന്ന ക്ഷേത്രങ്ങൾ മധുരമീനാക്ഷി ക്ഷേത്രമോ രാമേശ്വരമോ അങ്ങ് പളനിയോ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ശബരിമല എന്നതിനപ്പുറത്തേക്ക് ആ ഒരു സർക്യൂട്ടിലേക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൂടി എത്തിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഭാവിയിൽ സ്പിരിച്വൽ ടൂറിസത്തിനടക്കം തലസ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തലസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള, പ്രത്യേകിച്ച് ആറ്റുകാൽ പോലെയുള്ള ക്ഷേത്രങ്ങൾ, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയുടെ തന്നെ ടൂറിസം മാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളൊന്നായി മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ളൊരു നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള ടൂറിസം വികസനം തലസ്ഥാനത്തുണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം മേയറായി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടൂറിസത്തിനുള്ള പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം BJPയുടെ പ്രഖ്യാപനം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ച 45 ദിവസത്തിനുള്ളിൽ, ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാകും 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തിച്ച് അതിനുശേഷം തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരമുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ, വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും, വലിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾക്കുമൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഓരോ വാർഡുകളിലേക്കും എത്തിച്ചേരുന്ന വികസനം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് തലസ്ഥാനത്തെ ഇപ്പോൾ ഈ പറയുന്ന 101 വാർഡുകളിലേക്കും ആ വികസന പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട്. ഒരു കോർപ്പറേഷൻ്റെ ഓരോ സ്ഥലത്തേക്കും ഓരോ സമഗ്രതല സ്പർശി എന്ന് വേണമെങ്കിൽ തരത്തിൽ വിളിക്കാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട്. ഓരോ അടിസ്ഥാന ജനവിഭാഗത്തിനും ഓരോ പൗരനും അതിൻ്റെ ഗുണങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടിലുള്ള വികസന പ്രവർത്തനങ്ങൾ BJP മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിന് BJPയുടെ ഒരു സാധാരണഗതിയിലുള്ളൊരു നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ BJP വരുമ്പോൾ സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന മാറ്റം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് BJPക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്താണ് BJPയുടെ ഭരണത്തിന് കീഴിൽ ഒരു നഗരസഭയ്ക്ക് ഒരു നേടാൻ കഴിയുന്ന വികസനം എന്നുള്ളത്, അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഇതുവരെ അച്ചീവ് ചെയ്യാൻ കഴിയാതിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഭാവിയിൽ നേടിയെടുക്കാൻ കഴിയുന്നുവെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും BJPക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അത് മത്സരബുദ്ധിയോടെ തന്നെ എത്തിക്കേണ്ട ഉത്തരവാദിത്വവും BJPക്കും BJPയുടെ മേയറിനും ഡെപ്യൂട്ടി മേയറിനും മറ്റ് കൗൺസിലർമാർക്കും എല്ലാവർക്കും ഉണ്ട്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ 2026 കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് ഉറച്ചു മുന്നോട്ട് പോകുന്ന BJPക്ക് സ്വാഭാവികമായും അത്തരം ചില ലക്ഷ്യങ്ങളിലേക്ക് നടന്നെത്തണമെങ്കിൽ അതിനു മുൻപ് കേരളത്തിൽ കാണിച്ചു കൊടുക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തലസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. അത് അതിവേഗ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ സാധ്യമാകുന്നു, അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന ഇനീഷ്യേറ്റീവ് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ BJPക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിവേഗ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും. അത് വളരെ പെട്ടെന്ന് തന്നെ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അമൽ. യെസ്, പ്രജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. BJPക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത BJPക്കുണ്ട്. പക്ഷേ അതേസമയം ബാക്കി LDFനും UDFനും കൃത്യമായി അറിയാം, BJP അധികാരത്തിലേറിയാൽ അഴിമതി വിരുദ്ധ ഭരണം, എന്താണ് പറയേണ്ടത്, ഒരു വികസനം ഉറപ്പാണ്. പക്ഷേ ആ ഒരു നടപടി BJP മുന്നോട്ട് വെക്കുമ്പോൾ ആ ഒരു ഭയം അതിൻ്റെ ഒരു ആദിമഘട്ടത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, കോർപ്പറേഷനിലെ ഫണ്ട് വകമാറ്റുന്ന അടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ഒരു വെല്ലുവിളികൾ നേരിടേണ്ടത്, കാരണം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ BJP ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് അധികാരത്തിലിരുന്നത്, അല്ലേ?
അമൽ, എന്തായാലും സ്വാഭാവികമായും ഇപ്പോൾ BJPക്ക് ഒരു മാൻഡേറ്റ് ലഭിച്ചിരിക്കുന്നു. ആ മാൻഡേറ്റ് അങ്ങനെ വളരെ സുഖകരമായി കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല പ്രതിപക്ഷം ഒരുക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും ഒരു സഖ്യമായി പ്രതിപക്ഷത്തിരിക്കുന്ന അവസ്ഥയാണ് തലസ്ഥാനത്ത് ഇനിയുള്ള വരും ദിവസങ്ങളിൽ കൗൺസിൽ യോഗങ്ങളിലടക്കം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJP എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും എത്രത്തോളം എതിർക്കാൻ കഴിയുമോ അത്രത്തോളം എതിർക്കുക എന്നുള്ളതാണ് രണ്ട് മുന്നണികൾക്കും, അല്ലെങ്കിൽ രണ്ട് മുന്നണികളും കൂടി ശ്രമിക്കുക എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. രണ്ട് മുന്നണികളും കൂടി വരുമ്പോൾ അതിന് 48 സീറ്റുകൾ നിലവിൽ അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശക്തമായൊരു പ്രതിപക്ഷം അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇടത് സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും തലസ്ഥാനത്ത് BJP കൊണ്ടുവരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനും അല്ലെങ്കിൽ അതിൻ്റെ വേഗം കുറയ്ക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഏത് വികസന കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിലടക്കം കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ പദ്ധതികൾ പാസ്സാക്കിയെടുക്കുന്നതിനൊക്കെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ BJP മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു, മാതൃകാപരമായ ഭരണം നടത്തുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിലെ പലയിടങ്ങളിലെയും നിയമസഭാ സീറ്റുകളിലെ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയുള്ള നിയമസഭാ സീറ്റുകളിലെ ഫലത്തെ അത് സ്വാധീനിക്കുമെന്നുള്ള കാര്യം UDF-നും LDF-നും ഒക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, എന്ത് നാടിന് ഗുണമുള്ളതാണെങ്കിലും ശരി, അതിനെ തടയിടാനുള്ള ശ്രമങ്ങളൊക്കെ എന്തായാലും LDF-ൻ്റെയും UDF-ൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമ്മൾ ഈ ദിവസങ്ങളിലും കണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് LDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക് 20 സ്ഥാനാർത്ഥികളുടെ പേരിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവങ്ങളുടെ പേരിൽ, ഹിന്ദു നാമധാരികളെ ദൈവങ്ങളുടെ പേരിലും ഭാരതാംബയുടെ പേരിലും ബലിദാനികളുടെയും ഒക്കെ പേരിലാണ് എന്ന രീതിയിൽ പരാതി നൽകി. ആ പരാതി നൽകിയതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ പരാതി നൽകി 20 പേരും BJP കൗൺസിലർമാരായി വിജയിച്ച് കയറിയവരാണ്. അതിൽ ആറ്റുകാലമ്മയുടെയും ശ്രീപത്മനാഭസ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ഭാരതാംബയുടെയും ഒക്കെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എടുത്തു കാണിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ പോലും ചില നിലപാടുകൾ സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം 2 UDF കൗൺസിലർമാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ പറ്റി ആ പരാതിയിൽ എവിടെയും പരിഗണിക്കപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടതുപോലുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഈശ്വര സങ്കല്പങ്ങളോടുള്ള ഒരു അവഗണന അല്ലെങ്കിൽ ഒരു എതിർപ്പ് ആ പരാതിയിലും നമുക്ക് ദൃശ്യമായിരുന്നതാണ്. മറ്റൊരു മതവിഭാഗത്തിൻ്റെ അവരുടെ ദൈവത്തിൻ്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഒരു പരാതിയും CPM ഉന്നയിച്ചില്ല എന്നുള്ളതും പ്രകടമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളുമായി വരും ദിവസങ്ങളിൽ CPM കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ നടക്കാൻ പോകുന്ന വലിയ പ്രചാരണങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. വികസന പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ ഭരണത്തെ ഏത് രീതിയിലും അട്ടിമറിക്കാനുള്ള ശ്രമം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, തർക്കമില്ല. ഒപ്പം ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വലിയ പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെയൊക്കെ അവഗണിച്ച് വേണം തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി BJPക്കും പുതിയ മേയറിനും ഡെപ്യൂട്ടി മേയറിനും ഒക്കെ മുന്നോട്ട് പോകാനും. അമൽ, യെസ്, തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.